പിടങ്ങി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം. എന്തിനു വേണ്ടി? പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, താങ്കൾക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചെന്നുള്ളത് ഇന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ താങ്കളുടെ ജീവിതം എത്രയോ ധന്യമായിരുന്നേനെ. യേശു താങ്കൾക്ക് വേണ്ടി മരിച്ചു സഹോദര. ഇവിടെ മണിമന്ദിരങ്ങൾ ഉയർത്തിപ്പെടുക്കുവാൻ വേണ്ടിയല്ല, ആത്മീയ പ്രസ്ഥാനങ്ങൾ പണിതെടുക്കുവാൻ വേണ്ടിയല്ല, അതിനേക്കാളും അപ്പുറത്തായി മനുഷ്യന്റെ ഉള്ളിൽ ഉള്ളവയ ശാന്തിയെ പിടിതെടുക്കുവാൻ, അവന് ശാന്തി കൊടുക്കുവാൻ, അവന്റെ പാപത്തിന്റെ ശിക്ഷ എന്ന ആ ഭയങ്കരമേറിയ ഭീതിയിൽ നിന്ന് മനുഷ്യനെ വിമുക്തനാക്കുവാൻ വേണ്ടി യേശു ക്രൂശിൽ പിടഞ്ഞു മരിച്ചു. യേശു മരിച്ചത് താങ്കൾക്ക് വേണ്ടിയെന്ന് ഇന്ന് വരെയും വിശ്വസിക്കാൻ കഴിയാതെ ഈസ്റ്റർ മാത്രം ഘോഷിച്ച് എല്ലാം അവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ, അല്ലേ അല്ല, ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗങ്ങളിലേക്ക് കയറിപ്പോയി വീണ്ടും വരുമെന്ന് പ്രഖ്യാപിച്ചു. തന്നിൽ പ്രത്യാശ വെച്ചുകൊണ്ട് പാപത്തിന്റെ പരിഹാരം വരുത്തിക്കൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളെ വീണ്ടും അവന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി, സ്വർഗ്ഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, ശാന്തിയുടേതായ സമാധാനത്തിൻ്റെതായ നിത്യത മുഴുവൻ ദൈവത്തോടൊരുമിച്ച് വാഴുവാൻ വേണ്ടിയുള്ള സംവിധാനം നിങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ, ലോകത്തിന് വേണ്ടി ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരുവനേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു അത്രേ. യേശു എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിലേക്ക് രണ്ടാമതും വരും. അവനെ എതിരേൽപ്പാൻ ഒരുക്കിയിട്ടില്ലാത്തവർ ഞങ്ങളുടെ ഈ വാക്കുകളിലൂടെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച്, നിങ്ങളുടെ ഉള്ളത്തിൽ സ്വീകരിച്ച്, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ യേശുവിനെ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഹൃദയത്തിൽ ഒന്ന് സ്വീകരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ജീവിതം ധന്യമായി തീരും സുഹൃത്തെ. ഞങ്ങളതാണ് ഇവിടെ കുടുംബസമേതം നിന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ ഇവിടെ മതത്തെ കുറിച്ച് പറയുന്നില്ല, ഞങ്ങൾ ഇവിടുത്തെ സഭകളെ കുറിച്ച് പറയുന്നില്ല, ഞങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നില്ല. പിന്നെ മനുഷ്യന് ശാന്തി നൽകുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. അത് ക്രൂശിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ, നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുവാൻ ജീവിക്കുന്നവനായ യേശു ഇതാ നിങ്ങളെ മാടി വിളിക്കുന്നു. യേശുവിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീരട്ടെ. ഈ യേശു കർത്താവ് ഞങ്ങളെ രക്ഷിച്ച ഈ യേശു ഞങ്ങൾക്ക് ജീവിതം നൽകിയ, ശാന്തി നൽകിയ, രക്ഷ നൽകിയ, നിത്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നൽകിയ ഈ യേശു രക്ഷിതാവ് നിങ്ങളെ സഹായിക്കാൻ ശക്തമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിലേക്ക് സന്തോഷത്തോടെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വാർത്തകൾ